അള്ളാഹ് ലഭിച്ചു മുമ്പോട്ട് അള്ളാഹ് ഈമാൻ നൽകുമാറാവട്ടെ. നല്ല ഭാര്യമാരില്ലാത്തവര്, നല്ല നല്ല മക്കളില്ലാത്തവര്, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, ഇന്ന് മക്കള് കഞ്ചാവിനും കള്ളിനും എന്റെ പ്രിയപ്പെട്ടവർ അടിമകളല്ലേ? നമ്മുടെ മക്കള് കള്ളിനും കഞ്ചാവിനും MDMAക്കും എന്റെ പ്രിയപ്പെട്ടവർ അടിമകളല്ലേ? ഇന്നിപ്പോ കേരളത്തില് ഒരു സിനിമാ നടൻ ഷൈൻ ടോം ചാക്ക, അങ്ങനത്തെ ചങ്ങാതിയുടെ പേര് അല്ലാഹുവേ, ഇന്ന് അറസ്റ്റ് ചെയ്തു. ഒളിവിലായിരുന്നു, ഇന്ന് കീഴടങ്ങിയപ്പോ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? ജാമ്യത്തിൽ വിട്ടു. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. എന്താണ് കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ ലഹരി ഉപയോഗിച്ചിട്ട് ചങ്ങാതി പോലീസുകാര് ചെക്കിങ്ങിന് വന്നപ്പോ ഫ്ലാറ്റിൽ ചാടി. അല്ലാഹു കാത്തിരിച്ചുമാറാവട്ടെ. നമ്മുടെ മക്കൾ ആ സിനിമകളല്ലേ കാണണേ? നമ്മുടെ മക്കൾ ആ സിനിമകളല്ലേ കാണണേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ മദ്രസയിൽ സാദിഖ് ഉസ്താദ് കഞ്ചാവ് അടിക്കാൻ പഠിപ്പിക്കോ? ഇല്ല. നമ്മുടെ യമാനി ഉസ്താദ് ഇവിടെ കള്ളു കുടിക്കാൻ പഠിപ്പിക്കോ? ഇല്ല. പക്ഷേ ഇന്ന് സിനിമകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ നടക്കണത് കള്ളും കഞ്ചാവൊക്കെ. നമ്മുടെ മക്കൾ ഈ സിനിമ കാണുമ്പോ, നമ്മുടെ മക്കൾ എന്റെ പ്രിയപ്പെട്ടവർ ഈ ഷോർട്ട് ഫിലിമുകൾ കാണും. ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, സിനിമ ഹറാം, ഷോർട്ട് ഫിലിം ഹലാൽ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, നമ്മുടെ മക്കൾ ഹറാമുകളിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മദ്രസയിലും മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ദറസിൽ എത്രയോ സന്തോഷം. 20 മക്കൾ ഇവിടെ ഇരിക്കണില്ല, 20 മക്കൾ ഇവിടെ മുത്തഅല്ലിമീങ്ങൾ ഇരിക്കണില്ലേ? അവർ ഞാനിവിടെ ഭക്ഷണം കഴിക്കണില്ല, വീട്ടിൽ വന്ന ആവേശത്തിൽ പറയാ, ചെറുപ്പക്കാർ ഉസ്താദേ ഞങ്ങളുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഉസ്താദ് നോക്കാൻ ഞങ്ങൾ റെഡിയാണ്. എല്ലാ പാവപ്പെട്ട ചെറുപ്പക്കാര് പറയുമ്പോ, ഇതിന്റെ കമ്മിറ്റിക്കാര് പറയുമ്പോ എഴുതി വെച്ചോ, നാളെ നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് സന്തോഷത്തോട് കിടക്കാൻ അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഖുർആനിൽ ഒരായത്തുണ്ട്. ഈ ആയത്ത് ഓതുന്നവരാരാ? അവരുടെ കുടുംബ ജീവിതത്തിലും അവരുടെ മക്കളിലും അവരുടെ പരമ്പരയിലും അല്ലാഹു സന്തോഷം നൽകും, ബർക്കത്ത് നൽകും. ഓതുവോ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മക്കളെ വേണ്ട? ഓതൂല. നല്ല ഉസ്താദ് ഞങ്ങൾ കെട്ടിപ്പോയി ഉസ്താദെ, ഇനി എങ്ങനെ ചൊല്ലിക്കോ നന്നാകും അല്ലെ? ഒരു ഡ്രസ്സ് വെള്ള തുണി നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കിയാൽ നന്നാവോ? ഇല്ല. അത് അലക്കിയിട്ട് അലക്കി പിഴിഞ്ഞാൽ എന്താത്തുള്ളൂ? നന്നാകും. ഭാര്യമാരും അങ്ങനെയല്ല, നന്നാവൂല. അടിക്കണമെന്ന് ഞാൻ പറയണില്ല, അടിച്ചാൽ ഞാൻ അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരായത്തുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു യഥാ പറയുകയാ, ഉസ്താദേ മക്കളില്ല, പ്രതിസന്ധിയാ, പ്രയാസമാ, സങ്കടമാ ഉസ്താദേ. 2 കൊല്ലമായുള്ളൂ, 4 കൊല്ലമായുള്ളൂ, 20 കൊല്ലമായുള്ളൂ, 50 കൊല്ലമായുള്ളൂ, മക്കളില്ല, ദുആ ചെയ്യുമോ എന്ന് പറയുന്നവരോട് പറയുകയാ, എഴുതിയെടുക്കാൻ കഴിയുന്നവരതാ എഴുതിയെടുത്തു. ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചു, റെക്കോർഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചു. ആയത്തേതാ? ദുആ ഏതാ? 6000-ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. 114 സൂറത്തുകളുള്ളോ, 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നു, ഒരുപാട് കഥകളുള്ളോ, ഒരുപാട് വിധികളുള്ളോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ആയത്തിന്റെ പ്രിയമുള്ളവരെ, ഈ പറയുന്ന ദുആന്റെ പ്രിയമുള്ളവരെ, ഈ പറയുന്ന സൂക്തമന്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താ അവന്റെ കുടുംബ ജീവിതത്തിലോ, അവന്റെ പരമ്പരയിലോ, അവന്റെ ദാമ്പത്തിക ജീവിതത്തിലോ ഇൻഷാ അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് തരുന്നതാ. അതുകൊണ്ട് എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു, 2 കരങ്ങൾ ഉയർത്തിക്കോ, അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നാദാ ഇവിടെ ഇരിക്കുന്ന പാവങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിലോ ബറക്കത്ത് തരണേ അല്ലാഹ്.